തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും സോയാബീനും ചേർത്ത് 1 മിനിറ്റിന് ശേഷം സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ കഴുകി പിഴിഞ്ഞ് വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും തിരുമ്മി വെച്ച് സവോള, തക്കാളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് അതിലേക്ക് വീണ്ടും സ്പൈസസ് എല്ലാം ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് അടച്ച് വെച്ച് 1 വിസിൽ വന്നു കഴിയുമ്പോൾ കുക്കർ നിർത്തണം. അതിന് ശേഷം വീണ്ടും നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഈ സവോള, തക്കാളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലോണം വഴറ്റി അതിനകത്തേക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ച സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കുറുകുന്ന വരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത ടേസ്റ്റുള്ള നല്ലൊരു സോയാബീൻ റെസിപ്പിയാണ്. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് തരൂ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.